കണ്ണൂർ ഇരിട്ടി മട്ടന്നൂർ റോഡിൽ കൂരൻമുക്കിൽ സ്വകാര്യ ബസ് സ്കൂട്ടറിൽ ഇടിച്ച അപകടം 2 പേർ മരിച്ചു. മരിച്ചവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. സി കെ വിജയൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. സി കെ, എങ്ങനെയാണ് അപകടം ഉണ്ടായത്? ഈ തിരിച്ചറിഞ്ഞ ആളുകളെ ആളുകളെ ഏതാണ്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ പരിസരവാസികളാണ് എന്നുള്ളത് കൊണ്ട് വീട്ടുകാരുടെയും മറ്റും അഭ്യർത്ഥനയുണ്ട്. അത്തരം വാർത്തകൾ കൊടുക്കരുത്, തൽക്കാലത്തേക്ക് ഒന്ന് കൊടുക്കരുത് എന്നൊരു അഭ്യർത്ഥന അവർ നടത്തുന്നുണ്ട്. കാരണം വീട്ടിൽ അറിഞ്ഞിട്ടില്ല എന്നതാണ് അതിൻ്റെ പ്രശ്നം. ഈ മൃതദേഹങ്ങൾ ഇപ്പോൾ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഉള്ളത്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് സംഭവം. ഇരിട്ടിയിൽ നിന്ന് മട്ടന്നൂരിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ് ഓടുന്നതിനിടയിൽ മുന്നിൽ ഒരു സ്കൂട്ടറിൽ തട്ടും എന്നുള്ളൊരു ഘട്ടമെത്തി. അപ്പോഴേക്കും ആ വണ്ടി വെട്ടിച്ചു. അപ്പോൾ വണ്ടി എതിരെ വന്ന അച്ഛനും മകനുമാണെന്നൊക്കെ പറയുന്നു, ബന്ധുക്കളാണെന്ന് പറയുന്നുണ്ട്. എതിരെ സ്കൂട്ടറിൽ വന്ന ആ വാഹനത്തിലേക്ക് സ്കൂട്ടറിലേക്ക് ബസ് ഇടിക്കുകയായിരുന്നു. നമുക്ക് ആ CCTV ദൃശ്യത്തിന് ഏതാണ്ട് അതിൻ്റെ അവസ്ഥ മനസ്സിലാകും. പൂർണ്ണമായും വ്യക്തത ഇല്ല എങ്കിൽ കൂടിയും ഈ ഇടിയോടുകൂടി സ്കൂട്ടറിലുണ്ടായിരുന്ന 2 പേർ ഈ ബസിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. അത്രമാത്രം ആഘാതം ആ ഇടിയിൽ ഉണ്ടായി. തൽക്ഷണം 2 പേരും മരിച്ചു എന്നാണ് സമീപവാസികളും മറ്റും പറയുന്നത്. ഈ റോഡിൽ ഇത്തരത്തിൽ ഉണ്ടാകുന്ന സംഭവത്തിൽ പ്രതിഷേധിച്ച് മുൻകരുതലുകളും മറ്റും ഇല്ലാത്തതും അതോടൊപ്പം തന്നെ നിയന്ത്രണമില്ലാത്ത വാഹനങ്ങൾ ഓടിക്കുന്നതും മറ്റും പ്രതിഷേധിച്ച് നാട്ടുകാർ റോഡ് അല്പസമയം ഉപരോധിക്കുകയും ചെയ്തു. പോലീസുമായും അവിടെ എത്തിയ മറ്റു ഉദ്യോഗസ്ഥന്മാരുമായെല്ലാം തന്നെ നാട്ടുകാർ അവരുടെ പ്രതിഷേധം അറിയിക്കുകയും വാക്കേറ്റം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാണാം. ഏതായാലും അതിദാരുണമായ ഒരു അപകടം. 2 പേർ തൽക്ഷണം മരിക്കുകയും ചെയ്തു.